ജെയ്സൺ ഒരു ട്രാൻസ്മെന്റ് ആണെന്ന് ആർക്കും അറിയത്തില്ലായിരുന്നു. ഈ ന്യൂസ് വന്നതിന് ശേഷമാണ് ഒരു ട്രാൻസ്മെന്റ് ആണെന്ന് അറിയാൻ തുടങ്ങിയത്. ട്രാൻസിന്റെ സെക്സിലാണ് ഏറ്റവും കൂടുതൽ എല്ലാവരുടെയും ജീവിതത്തിലെ പോലെ നമ്മുടെ ജീവിതം നടന്നു പോകുന്നുണ്ട്. അങ്ങനെ ക്യൂരിയോസിറ്റി ഉള്ളവരോട് എനിക്ക് പറയാനുള്ള അതേ ഉള്ളൂ. അതിനുശേഷം എന്നോട് ആരും ഇതുവരെ ചോദിച്ചില്ല, നീ അറിഞ്ഞുകൊണ്ടാണോ വന്നത്. നമ്മൾ ഒരിക്കലും നമ്മുടെ ഡെത്ത് നെയിം ഒരിക്കലും പുറത്തോട്ട് പറയാറില്ല. ഞാൻ എൻ്റെ ഐഡന്റിറ്റി ഡിക്ലെയർ ചെയ്ത സമയത്ത് വീട്ടിൽ നിന്ന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. എൻ്റെ ഒരു ഇതിൽ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും എന്ന് പറഞ്ഞാണ് അവർ വീട് വിറ്റ് സ്ഥലം മാറിക്കളഞ്ഞു അവിടുന്ന്. എനിക്ക് കുറച്ച് മിസ്റ്റേക്കുകൾ ഇനി മുമ്പുള്ള ഇൻ്റർവ്യൂവിൽ പറ്റിയിരുന്നു. എൻ്റെ യഥാർത്ഥമായ കാര്യങ്ങൾ ഞാനിപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എന്നോടിപ്പോൾ ഉള്ളത് ജെയ്സനും ഭാര്യ അഞ്ജലിയാണ്. നമസ്കാരം. നമസ്കാരം. ഭയങ്കര എന്തോ എൻ്റെ ഏതോ ചോദ്യങ്ങൾക്കൊക്കെ ഇങ്ങനെ ഇപ്പൊ ഇടിച്ച് ശരിയാക്കാന്നുള്ള രീതിയിലാണല്ലോ രണ്ടുപേരും നിൽക്കുന്നത്. അങ്ങനെയൊന്നും ഇല്ലല്ലേ? ടെൻഷൻ ഉണ്ടോ? ഇല്ല. ഒരുപാട് ഇന്റർവ്യൂസ് കണ്ടിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാജുലേഷൻ. അതായത് മിസ്റ്റർ കേരളയായിട്ട് ട്രാൻസ്മെന്റിൽ നിന്നിരിക്കുന്നു. ഇനിയിപ്പോൾ അടുത്തത് മിസ്റ്റർ ഇന്ത്യ മത്സരത്തിന് പോകാൻ നിൽക്കുന്നു. എന്താണ് പുതിയ വിശേഷം? പുതിയ വിശേഷം എന്ന് പറഞ്ഞാൽ നമ്മൾ മിസ്റ്റർ ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ്. ഇത് കഴിഞ്ഞിട്ട് മിസ്റ്റർ ഏഷ്യ, അതോടൊപ്പം തന്നെ ഈ ജൂലൈയിൽ ക്യൂൻ ആൻഡ് കിങ് ഓഫ് ദോയ കിങ് കണ്ടസ്റ്റന്റിൽ ഒരാളായിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മത്സരമുണ്ട്. അപ്പോൾ അതിനിട്ട് അതിൻ്റെയൊക്കെ സന്തോഷം. പിന്നെ വീടൊക്കെ ഇങ്ങനെ പോകുന്നു അല്ലേ? ഇപ്പം അഞ്ജലി കോഴിക്കോടുകാരിയാണ് അല്ലേ? അഞ്ജലി കോഴിക്കോടുകാരി, ജെയ്സൺ ആലപ്പുഴക്കാരൻ. ഇപ്പൊ എത്ര നാളായി നിങ്ങൾ ഒന്നിച്ചിരിക്കാൻ തുടങ്ങിയിട്ട്? 5 വർഷത്തോളമായി. 5 വർഷത്തെ. കല്യാണം കഴിച്ചോ? അതെ, കല്യാണം കഴിച്ചു. എവിടെ വെച്ചായിരുന്നു നിങ്ങളുടെ കല്യാണം? നമ്മുടെ ആലപ്പുഴ തന്നെ വെച്ച് നടത്തി. ആലപ്പുഴ വെച്ച് നടത്തി. എനിക്ക് ജെയ്സന്റെ സ്നേഹം, നിങ്ങളുടെ പ്രണയം, അതിനെപ്പറ്റി അറിയണം. അതിന് മുന്നേ ഒരു കാര്യം, ജെയ്സൺ ആവുന്നതിന് മുന്നേ ഉള്ള പേരെന്തായിരുന്നു? നമ്മൾ ഓൾറെഡി നമ്മുടെ പഴയ പേര് ഡിക്ലെയർ ചെയ്യാൻ അങ്ങനെ പറ്റത്തില്ല. കാരണം നമ്മൾ ഗസറ്റൊക്കെ ചേഞ്ച് ചെയ്ത് ഇപ്പോൾ ഏകദേശം 6 വർഷത്തോളമായി നമ്മൾ ഈ ഐഡന്റിറ്റി വന്നിട്ട്. അപ്പോൾ നമ്മൾ ഒരിക്കലും നമ്മുടെ ഡെത്ത് നെയിം ഒരിക്കലും പുറത്തോട്ട് പറയാറില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളത് താല്പര്യപ്പെടുന്നില്ല നെയിം പറയുന്നതിന്. ഇപ്പം ഡെത്ത് നെയിം ആണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആ കാലഘട്ടം എക്സ് എന്നുള്ള ആ നെയിമിൽ നിന്ന് ഇപ്പം ഈ പറയുന്ന ജെയ്സൺ ജെ എന്നുള്ളൊരു നെയിമിലേക്ക് എത്തപ്പെടാനുണ്ടായ ത്രൂ ഔട്ട് ഒരു സ്ട്രഗിൾ ഉണ്ട്. ആ വഴി ഒന്ന് പറയാൻ പറ്റുമോ? എനിക്കിപ്പോൾ നമ്മൾ ആ ഒരു ഇതിലേക്ക് എത്തിപ്പെടുക വെച്ചാൽ എൻ്റെ തീരുമാനമായിരുന്നു എൻ്റെ ഉള്ളിലെ ആളെ തിരിച്ചറിയുക എന്നുള്ളത്. അപ്പോൾ അത് ഞാനത് കണ്ടെത്തി. ആ തിരിച്ചറിയുമ്പോഴായിരുന്നു ഒരു ഏകദേശം ഒരു 18 വയസ്സ് ഒക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ഐഡന്റിറ്റി ഡിക്ലെയർ ചെയ്ത ആ ഒരു സമയത്തേക്ക് നമ്മുടെ കമ്മ്യൂണിറ്റി വിസിബിൾ അല്ലായിരുന്നു. പിന്നെ അത് വിസിബിളായി തുടങ്ങി. ഇപ്പൊ നമുക്ക് ഒരുപാട് ഒരു സ്ഥാനങ്ങളുണ്ട്. അത് തന്നെ ഇപ്പൊ ഡിക്ലെയർ ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമാണ്. കാരണം നമുക്ക് നിങ്ങളുടെ സംഘടനയിലോ അല്ലെങ്കിൽ പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ കുറച്ചുകൂടെ വിസിബിലിറ്റി കിട്ടും. പക്ഷേ ഇതിനു മുന്നേ ഉണ്ടായിരുന്ന ഒരു കാലത്ത് ആളുകൾ നല്ല സ്ട്രഗിൾ ചെയ്തവർ. ആ സ്ട്രഗിളിന്റെ ബലമാണ് ഇന്ന് എത്തിപ്പെട്ട് നിൽക്കുന്ന ഇത്രയും കിരീടങ്ങൾ. ഐഡന്റിറ്റി ഡിക്ലെയർ ചെയ്തപ്പോ ഇങ്ങനൊരു എന്താ പറയാ, ഇങ്ങനൊരു ബോഡി ബിൽഡർ ആവണം അന്നെങ്ങനെ തീരുമാനിച്ചിരുന്നല്ലോ? എനിക്ക് സ്പോർട്സിലൊക്കെ വലിയ താല്പര്യമുള്ള ആളായിരുന്നു. ഞാൻ സ്പോർട്സിൽ തന്നെ നിലനിന്നിരുന്നായിരുന്നു. അപ്പോൾ സ്പോർട്സ് സംബന്ധിച്ച് സ്റ്റേറ്റ് ലെവലൊക്കെ ഞാൻ പോയിട്ടുണ്ട്. സ്കൂളിലെ അത്യാവശ്യം എല്ലാ മെഡലുകളും സർട്ടിഫിക്കറ്റും ഒക്കെ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ആ ഒരു ഇതിൽ തന്നെ എനിക്കിപ്പം വർക്കൗട്ട് സർജറി കഴിഞ്ഞപ്പം തൊട്ട് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു ബോഡി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരണമെന്നും. പക്ഷേ ഇത്ര കാര്യങ്ങളും ലക്ഷ്യവും അത് സിമ്പിളായിട്ട്. അപ്പോൾ ആ പ്രവീൺനാഥൊക്കെ ഇങ്ങനെ മത്സരങ്ങളിലൊക്കെ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഞാൻ ഫ്ലിപ്കാർട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോഴും ഫ്ലിപ്കാർട്ടാണ് ചെയ്യുന്നത്, ഓൺലൈനായിട്ട് ചെയ്യുന്നത്. അപ്പോൾ അന്നേരവും സമയം കിട്ടാറില്ലായിരുന്നു. എങ്കിലും ഞാൻ പ്രാക്ടീസ് പരമാവധി ചെയ്ത് പിന്നെ മിസ്റ്റർ ആലപ്പുഴയായിട്ട് ആദ്യം എനിക്ക് ഒരു അവസരം കിട്ടി. അവിടെ ട്രാൻസ്മെൻ വിഭാഗം അങ്ങനെ അവർക്ക് ഇല്ലായിരുന്നു. എങ്കിലും അവർ നമ്മുടെ കാര്യങ്ങൾ അവതരിപ്പിച്ച് ആദ്യമായിട്ട് മിസ്റ്റർ ആലപ്പുഴയായിട്ട് ഇറങ്ങി. അത് കഴിഞ്ഞ് മിസ്റ്റർ കേരള പണിക്കർ അസോസിയേഷൻ്റെ ഇതിൽ ഒരു ഭാഗമായി മിസ്റ്റർ ടൈറ്റിൽ അടിച്ച് അങ്ങനെ ഇപ്പം മിസ്റ്റർ കേരള കഴിഞ്ഞ് ഇനിയിപ്പോൾ മിസ്റ്റർ ഇന്ത്യയിൽ അവസരത്തിന് 19-ാം തീയതി മത്സരമാണ്. നമ്മുടെ ഒരു ഐഡന്റിറ്റി വെളിവാക്കി, ഞാൻ ഇന്നതാണ്, എൻ്റെ സ്വത്വം ഇതാണെന്ന് പറഞ്ഞ് വെളിവാക്കി. വെളിപ്പെടുത്തിയതിന് ശേഷം സർജറിക്കുള്ള പണം കണ്ടെത്തിയത്, പിന്നീട് ഇങ്ങോട്ടുള്ള യാത്രകളിൽ ആരൊക്കെയായിരുന്നു കൂടെ നിന്നത്? ഒരുപാട് ഇൻ്റർവ്യൂകളിൽ ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ അമ്മ വീട് വിറ്റ് എൻ്റെ സർജറി നടത്തി. അങ്ങനെയൊക്കെ ഞാൻ ഒരുപാട് ഇൻ്റർവ്യൂവിൽ എനിക്ക് കുറച്ച് മിസ്റ്റേക്കുകൾ ഇനി മുമ്പുള്ള ഇൻ്റർവ്യൂവിൽ പറ്റിയിരുന്നു. എൻ്റെ യഥാർത്ഥമായ കാര്യങ്ങൾ ഞാനിപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഐഡൻറ്റിറ്റി ഡിക്ലെയർ ചെയ്ത സമയത്ത് വീട്ടിൽ നിന്ന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി.
അപ്പോൾ അമ്മയ്ക്കാണെങ്കിലും എനിക്കുള്ളത് ഒരു അനിയനാണ്. അപ്പം അച്ഛനില്ല, ഞങ്ങൾ ഉപേക്ഷിച്ച് പോയി. 2 അച്ഛൻ മക്കളാണ് ഞങ്ങൾ. അപ്പോൾ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ട് വന്നതിന് ശേഷം വീട്ടിൽ പറഞ്ഞപ്പോൾ എല്ലാവരും കൂടെ അത് പിന്തിരിപ്പിക്കാനൊക്കെ നോക്കി. അതിനുശേഷം ഞാൻ വീട്ടിൽ നിന്ന് മാറി. ഒരു ട്രാൻസ് വുമൺ, അരുണിമ എന്ന് പറയുന്ന ഒരു ട്രാൻസ് വുമൺ ആണ്. അപ്പോൾ അവർ നമ്മുടെ വീടിനടുത്തായിരുന്നു. പുള്ളിക്കാരിയുടെ സംസാരിച്ച് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ നേരെ തിരുവനന്തപുരത്ത് പോവുകയും അവിടെ നിന്ന് ഞാൻ സൂര്യ, ഇഷാൻ അവരുമായിട്ട് അങ്ങനെ സംസാരിച്ചതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിന്നീട് എനിക്ക് ആമസോണിൽ ജോലി കിട്ടി. ജോലി കിട്ടിയതിന് ശേഷമാണ് എന്നെ വീട്ടിലേക്ക് വിളിക്കാൻ. ഞാൻ വീട്ടിലേക്ക് ചെന്നപ്പോൾ എനിക്കൊരു ജോലി ഉണ്ട് ആ സമയത്ത്. അപ്പോൾ പിന്നീട് ഞാൻ ജോലി ചെയ്തുകൊണ്ട് നിൽക്കുക, എനിക്ക് സർജറിക്കുള്ള പണം ഞാൻ കണ്ടെത്തുകയായിരുന്നു. പിന്നീട് എൻ്റെ ഒരു ഇതിൽ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും എന്ന് പറഞ്ഞാണ് അവർ വീട് വിറ്റ് സ്ഥലം മാറിക്കളഞ്ഞു അവിടുന്ന്. നാണക്കേട്. അപ്പൊ എന്റെ പേരിൽ ഒരുപാട് അമ്മയാണെങ്കിലും അനിയനാണെങ്കിലും കുറ്റപ്പെടുത്തലും ബുദ്ധിമുട്ടുകൾ എൻ്റെ പേരിലുണ്ടായി. അപ്പൊ ഞാനത് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നതിന് ഞാൻ പല മീഡിയകളുടെ മുന്നിലും അവരെ പിന്തുണച്ചുകൊണ്ടാണ് സംസാരിച്ചത്. ഇപ്പോഴും ഞാൻ ഒറ്റയ്ക്ക്, എൻ്റെ ഭാര്യയും ഞാനും ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് ഇപ്പം വാടകയ്ക്ക്. അപ്പോൾ ഒരുപാട് ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ കാര്യങ്ങൾ വെളിപ്പെടുത്തിയില്ലായിരുന്നു. അവർക്കൊരു ബുദ്ധിമുട്ട് നമ്മൾ കാരണം ഉണ്ടാവരുതെന്ന് കരുതിയിട്ട് സേവ് ചെയ്യാൻ ശ്രമിച്ച്. പക്ഷേ അതിന് ഒരുപാട് എൻ്റെ ജീവിതത്തിൽ പിന്നീട് എനിക്ക് ഒരുപാട് പ്രയാസങ്ങളാണ് ഉണ്ടായത്. അപ്പോൾ എനിക്ക് നിലവിലിപ്പോൾ ആ സർജറി ചെയ്യാനായിട്ടുള്ള സമയത്ത് ഞാനൊരു ദൈവവിശ്വാസിയാണ്. അതോടൊപ്പം തന്നെ എനിക്ക് എൻ്റെ അച്ഛൻ്റെ 2ാമത്തെ വൈഫ് ഇങ്ങനെ ഈ സർജറിക്ക് അച്ഛൻ്റെ ഒരു ഷെയർ ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ അവരെന്നെ ഹെൽപ്പ് ചെയ്ത്. പിന്നെ വീട് വിറ്റ കൂട്ടത്തിൽ അമ്മ എനിക്ക് 1 ലക്ഷം രൂപയാണ് തന്നത്. അപ്പോൾ അതും എല്ലാം കൂടെ സ്വരുക്കൂട്ടിയിട്ടാണ് ഞാൻ എൻ്റെ സർജറി പൂർത്തീകരിച്ചത്. ഏകദേശം ഇപ്പോൾ 6 വർഷമായി സർജറി കഴിഞ്ഞിട്ട്. അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ ഒരുപാട് ഇൻ്റർവ്യൂ ചെയ്തപ്പോഴും ഞാൻ ഇത് മറച്ചു വെച്ചിരുന്നു. ഒരുപാട് അനുഭവിച്ച്. കാരണം ഇപ്പം ചേച്ചി നേരത്തെ ചോദിച്ച പോലെ തന്നെ ഞാൻ ഒരുപാട് ഡിക്ലെയർ ചെയ്ത സമയത്ത് നമ്മൾ പരിഹാസപാത്രങ്ങളായിട്ടുണ്ട് പലരുടെയും മുന്നിൽ. അപ്പം പെട്ടെന്ന് ഇപ്പം അന്നത്തെ സമയത്ത് ഒരു കമ്മ്യൂണിറ്റി വിസിബിൾ അല്ല, നമ്മളാർക്കും മനസ്സിലാകുന്നില്ല. നമ്മുടെ വിഷയം പറയുമ്പോൾ അവർക്കും ഒരു കളിയാക്കൽ പോലെ അനുഭവിച്ചിട്ടുണ്ട്. അതെ, വീട്ടിൽ നിന്ന് തന്നെ അമ്മയുടെ സഹോദരങ്ങളൊക്കെ വന്നിട്ട് നമ്മളെ ഒരുപാട് ഉപദ്രവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്, അടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും അമ്മാവന്മാരൊന്നും സഹകരണമൊന്നുമില്ല. ഞാനും ഭാര്യ ഇപ്പം ഇവിടെ വാടകയ്ക്ക് ഇപ്പം താമസിക്കുന്നത്. ഇപ്പോൾ ഒരു MM സുനിൽ എന്ന് പറഞ്ഞ ടീച്ചറിൻ്റെ കാരുണ്യം കൊണ്ട് നമുക്ക് ഫ്ലിപ്കാർട്ടിൽ തന്നെ വർക്ക് ചെയ്യുമ്പോൾ ടീച്ചർ ഒരു ആലപ്പുഴയിൽ ഒരു വീട് വെച്ചിങ്ങനെ കൊടുത്തത്. അപ്പോൾ അവർ ആ കൊച്ചിനോട് സംസാരിച്ച് നമ്മൾ പള്ളിക്കാരോടൊക്കെ ഇങ്ങനെ ചോദിച്ചായിരുന്നു. അപ്പോൾ ട്രാൻസ് മെൻസ് ആയതുകൊണ്ട്, ട്രാൻസ് മെൻസ് എന്നല്ല, നമ്മൾ ഈ ട്രാൻസ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ഇപ്പോഴും ഒരു വീടൊന്നുമില്ല, ഒരുപാട് പേര് വാടകയ്ക്കൊക്കെ താമസിക്കുന്നു. അപ്പോൾ അവർ നമുക്ക് സ്വന്തമായിട്ടൊരു വീടില്ലായ്മയാണ് എല്ലാവരുടെയും ബുദ്ധിമുട്ട്. സ്വന്തമായിട്ട് ജോലി എല്ലാം പരിഹാസമാണ് നമുക്ക്. സ്വന്തമായിട്ട് വീട് എന്ന് പറയുന്നത് ഒരു ഐഡന്റിറ്റിയും കൂടിയാണ്, ഒരു അഡ്രസ്സാണ്. അതെ. ഇപ്പം നിലവിൽ ദൈവം സഹായിച്ച് എനിക്ക് കിട്ടിയെന്ന് വെച്ചാൽ ടീച്ചറിനെ ഞാനിങ്ങനെ വിളിച്ച്, ടീച്ചറെ ഇങ്ങനെ പോലെ ഞാനും വൈഫും ഉണ്ട്, ഞങ്ങൾ ഒറ്റയ്ക്ക്, ഞങ്ങൾ ഇപ്പോൾ കാര്യങ്ങൾ ടീച്ചറിനോട് ഷെയർ ചെയ്ത്. അപ്പോൾ ടീച്ചർ പറഞ്ഞ് ജെയ്സ എനിക്കിപ്പോൾ ആലപ്പുഴയിൽ ഇങ്ങനെ പോലെ സ്ഥലമില്ല, പത്തനംതിട്ടയിൽ വന്ന് നിങ്ങൾക്ക് ഒരു സ്ഥലമുണ്ട്, വന്ന് നോക്കാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ വന്ന് നോക്കി, ഞാനും ഭാര്യയും കൂടെ വന്ന് നോക്കി. ഞങ്ങൾക്ക് ഓക്കെയാണ്. കാരണം എവിടെയെങ്കിലും നമ്മൾ കടത്തിൻ്റെ വരെ കിടന്നിട്ടുണ്ട് ഉള്ളത് പറഞ്ഞത്. കാരണം കല്യാണം കഴിഞ്ഞ് വീട്ടിൽ നിന്ന് 6 മാസം കഴിഞ്ഞപ്പോഴേ ഇറങ്ങി. അപ്പോൾ ഞാനും ഭാര്യയും കൂടെ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞങ്ങളിപ്പോൾ ഈ ഒരു സന്തോഷവേദി ഇപ്പം നിൽക്കുന്നെങ്കിൽ തന്നെ ഈ ഒരു അവസരം തന്ന് അതിന് മുമ്പ് തന്നെ എൻ്റെ അഞ്ജലിയുടെ സപ്പോർട്ടുള്ളതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു ലെവലിൽ എത്തിയത്. കാരണം ഒരുപാട് തവണ മരിച്ചു പോയേക്കാം, അല്ലെങ്കിൽ നമുക്ക് ജീവിതം ഇങ്ങനെ ആയി പോയല്ല എന്നൊക്കെ ഒരുപാട് സങ്കടം തോന്നിയിട്ടുണ്ട്. അപ്പോഴും എന്നോട് മോട്ടിവേറ്റ് ആയിട്ട് എന്നോട് കാര്യങ്ങൾ പറഞ്ഞു തന്ന്, എയിമില്ല ഇവരുടെയൊക്കെ മുന്നിൽ ജീവിച്ച് കാണിക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ നമ്മൾ ആ ഒരു ഫ്ലിപ്കാർട്ട് ജോലി കൊണ്ടാണ് പിടിച്ചു നിന്നത് ആ സമയങ്ങളിൽ. പിന്നെ സർജറി എല്ലാം കഴിഞ്ഞ് ഈ പറഞ്ഞ പോലെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു 6 മാസം കഴിയുമ്പം കല്യാണം കഴിഞ്ഞ് ഇറങ്ങി, വീട്ടിൽ നിന്ന് ഇറങ്ങി. ഒറ്റ മിനിറ്റ്, നിങ്ങൾ രണ്ടുപേരെയും കണ്ണ് വെക്കട്ടെ. ഞാൻ നല്ല രസമുണ്ട് രണ്ടുപേരെയും കാണാൻ. ഭയങ്കര, ഞാൻ ശ്രദ്ധിച്ച അഞ്ജലിയുടെ ചിരി ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്, നല്ല രസമുണ്ട് കാണാൻ. ഞാൻ പറഞ്ഞ ആരും കണ്ണു വെക്കാതിരിക്കട്ടെ, എനിക്ക് തന്നെ അസൂയ വരുന്നുണ്ട്. അത് വേറെ ഒന്നും കൊണ്ടല്ല, നല്ല രസമുണ്ട് നിങ്ങളെ കാണാൻ, നല്ല നല്ല ക്യൂട്ടായിട്ട്. ഞാൻ ഒരു ദിവസം നിങ്ങളുടെ ഫോട്ടോ കണ്ടിട്ട് ഞാൻ പറഞ്ഞില്ലേ എന്ത് രസമാണെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞില്ലേ. ചെന്നൈയിൽ ഒരു അവാർഡ് കിട്ടിയായിരുന്നു, അത് പറയാൻ വിട്ടുപോയി. തമിഴകത്തിന്റെ ഒരു അവാർഡ് എനിക്ക് കിട്ടിയായിരുന്നു, ഈ മിസ്റ്റർ കേരള അടിച്ചതിന്റെ. അപ്പോൾ അങ്ങനെ പിന്നീട് എൻ്റെ ഒരു ലക്ഷ്യവും വിജയവും ഒക്കെ അഞ്ജലി പറയുന്നത് എനിക്കൊരു സപ്പോർട്ട് ആയിരുന്നു. അതിലേക്കാണ് ഞാൻ വരാൻ പോകുന്നത്. അഞ്ജലി എങ്ങനെയാണ് ജെയ്സനെ കണ്ടുമുട്ടുന്നതും ഇഷ്ടത്തിലാവുന്നതും? ജെയ്സനെ കണ്ടുമുട്ടുന്നത് പറഞ്ഞാൽ ഒരു സോഷ്യൽ മീഡിയ വഴിയാണ്. അങ്ങനെ ജെയ്സൺ മെസ്സേജൊക്കെ അയക്കും. സമയത്ത് എന്നോട് ഇഷ്ടമാണെന്നൊന്നും പറഞ്ഞില്ല. അപ്പം എനിക്കും കുറച്ച് ഫാമിലി പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ജെയ്സൺ എൻ്റെ അടുക്ക് പറഞ്ഞ് ഞാനിങ്ങനൊരു ആളാണ്, താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നിച്ച് ജീവിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ കുറേ ആലോചിച്ച് അതിനുശേഷം ഒക്കെ പറഞ്ഞ് അന്ന് തൊട്ട്
മുതലാണ് ഞങ്ങൾ ജീവിതം ആരംഭിച്ചത്. എന്താന്ന് വെച്ചാൽ ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് 5 വർഷം എന്നാണ് 5 വർഷം. 5 വർഷം മുന്നേ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കണമെങ്കിൽ അതിന് പിന്നിൽ നല്ല ശക്തമായ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവണം. അറിയാലോ, ട്രാൻസ് കമ്മ്യൂണിറ്റീനെ എല്ലാവരും നോക്കിക്കാണുന്നത് അവർക്കുള്ളൊരു സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അവരുടെ കൂടെ നിൽക്കുന്നവർക്ക് സ്റ്റെബിലിറ്റിയിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ചോദ്യം ചെയ്യുന്നത്. അത് ട്രാൻസ് എന്നല്ല കേട്ടോ, ഏത് മനുഷ്യരും ഇപ്പോൾ കൂടെയുള്ള ഒരാൾ സ്റ്റെബിലിറ്റി, ഇപ്പം എല്ലാവരുടെയും കല്യാണം കഴിഞ്ഞിട്ട് കൂടെ നിൽക്കണം നിർബന്ധം. പക്ഷെ അത് ട്രാൻസ് കമ്മ്യൂണിറ്റി കുറേ കൂടുതൽ ആളുകൾ ആഘോഷിക്കപ്പെടുന്നുണ്ട്. അത് 2-3 കാര്യമുണ്ട്. ഒന്ന്, അവരുടെ സെക്സ് പരമായിട്ടുള്ള കാര്യങ്ങളാണ് അവർ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത്. 2, ഇവരെങ്ങനെയാണ് ഇത് ജീവിക്കുന്നത്, സാധാരണ ഒരാണിനെയും പെണ്ണിനെ പോലെ ഇവർക്ക് ജീവിക്കാൻ പറ്റുമോ, ഇത് പ്രകൃതി വിരുദ്ധമല്ലേ എന്നൊക്കെ ഉള്ള രീതിയിലാണ്. ഇതിനെയൊക്കെ എങ്ങനെയാണ് അഞ്ജലി മറികടന്ന്? കാരണം ഫാമിലി അടക്കം സമ്മതിപ്പിക്കണമല്ലോ. ഫാമിലി ഞാൻ വന്ന് 6 മാസം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഫാമിലി ഓക്കെ ആയി. പിന്നെ ഇറങ്ങി വരുമായിരുന്നു. ആ ഡേറ്റ് അതൊക്കെ പറ, അത് നല്ല ഡീറ്റെയിൽ ആയിട്ട് പറ. അതൊരു ജൂലൈ 8. അപ്പൊ ജെയ്സനായിട്ട് തന്നെയായിരുന്നു സംസാരിച്ചോണ്ട്, ലൈക്ക് ഐഡന്റിറ്റി വെളിപ്പെടുത്തിയതിന് ശേഷമാണ് സർജറി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ജെയ്സനെ എന്താണ് കാര്യങ്ങളൊക്കെ ചോദിച്ച്, അപ്പോൾ ഇങ്ങനെയാന്ന് പറഞ്ഞ്, അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ വരാന്ന് പറഞ്ഞ് അവിടെ നിന്നാണ് ഞങ്ങള് കോഴിക്കോട്ട് നിന്ന് ഇറങ്ങി പോകുന്നു. പറ, കഥ പറ. കോഴിക്കോട് എനിക്ക് ഇങ്ങോട്ട് പ്രണയമാണ് കേൾക്കേണ്ടത്. കോഴിക്കോട് നിന്ന് ഇറങ്ങി വന്നു വെച്ചാൽ ജെയ്സനും ജെയ്സന്റെ അനിയനും പിന്നെ 2 ഫ്രണ്ട്സ് ഉണ്ട് അല്ലേ, അവരെല്ലാവരോടും വന്ന് ഞാൻ അവരുടെ കൂടെ വന്ന്. ആദ്യമായിട്ട് അന്നായിരുന്നോ കാണുന്നേ? അല്ലല്ല, അതിന് മുൻപേ കണ്ടായിരുന്നു. നിങ്ങളുടെ പ്രണയ സ്ഥലങ്ങളൊക്കെ പറ, എവിടെയൊക്കെ പ്രണയിച്ചു നടന്നത്? പറയുമ്പോ ചിരി ഭയങ്കര നാടകമൊക്കെ വരുന്നുണ്ടല്ലോ. ചിരിയല്ല, കോഴിക്കോട് ബീച്ച്. കോഴിക്കോട് ബീച്ചായിരുന്നു. ആ ബീച്ചിൽ നിന്നായിരുന്നു ഞങ്ങൾ കണ്ടത് ഫസ്റ്റ്. അതിനുശേഷം ടെൻഷൻ ഉണ്ടായിരുന്നോ ജെയ്സ അന്ന് കാണാൻ? ജെയ്സനെ ഞാൻ ഈ കണ്ട സമയത്ത് ജെയ്സന് ജെയ്സനെ ഞാൻ കണ്ട സമയത്ത് ജെയ്സന് 95, എനിക്ക് 100 കിലോ ഒക്കെ ഉണ്ടാവും. അത്രയും വണ്ണമുള്ള ഒരു ആളായിരുന്നു. അവിടുന്ന് ഞാൻ കണ്ട് ജെയ്സന്റെ ഫ്രണ്ട്സ് എന്നോട് ചോദിച്ചു, നീ ഇഷ്ടപ്പെട്ടോ, എന്താണ്, നീ ഒന്നുകൂടെ ആലോചിച്ചിട്ടൊക്കെ തീരുമാനം എടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചിന്തിച്ച് ഞാൻ പറഞ്ഞ കുഴപ്പമില്ല, എനിക്ക് ഒരു ജീവിതം വേണം. പിന്നെ ഞാൻ പറഞ്ഞ ഓക്കെ, എനിക്ക് കൂടെ ജീവിച്ചാലല്ലേ എനിക്ക് മാറ്റിയെടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഞാൻ പറഞ്ഞു ഓക്കെ ആണെന്ന് പറഞ്ഞ് അവിടുന്ന് ഞങ്ങൾ 6 മാസം കഴിഞ്ഞതിന് ശേഷമാണ് വീട് വിട്ടിറങ്ങിയതിന് ശേഷമാണ് വീട് വിട്ട് ഞങ്ങൾ മൂന്നാറിലൊക്കെ പോയിട്ടുണ്ട്. വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. എന്താ വീട്ടിൽ അവര് ഭയങ്കരമായിട്ടും കല്യാണം കഴിഞ്ഞതിന് ശേഷമൊക്കെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടായി. വീട്ടില് ബുദ്ധിമുട്ടായിരുന്നു. അമ്മയുടെ ആൾക്കാരൊക്കെ ഒരുപാട് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ വിവാഹം കഴിച്ചിപ്പോൾ അഞ്ജലിയും കൊണ്ട് അങ്ങനെ ഞങ്ങൾ താമസിക്കുന്നപ്പോൾ വീട്ടിൽ നിന്നൊക്കെ ഒരുപാട് അമ്മയ്ക്ക് പ്രഷർ ഉണ്ടായിരുന്നു. എന്നെ വീണ്ടും അവർ വീട്ടിനകത്ത് കയറ്റി, ഇപ്പം സർജറിയും കൂടെ കഴിഞ്ഞ് ഇപ്പം കല്യാണം കഴിച്ച് അങ്ങനെ ഇറക്കി വിടാനൊക്കെ പറഞ്ഞു. മൂത്തത് ഞാനാണ്. ഇപ്പം 2 അച്ഛൻ മക്കളാണെങ്കിൽ അമ്മ ഒന്നാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അമ്മ അവരുടെ വാക്കും കേൾക്കും, എൻ്റെ ഇടയ്ക്ക് നല്ല രീതിയിൽ നിൽക്കും. പക്ഷെ അവർ വരുമ്പോൾ അവരുടെ ഭാഗത്തോട്ട് നിൽക്കും. ഞങ്ങൾ അങ്ങനെ ഒരുപാട് അവരൊക്കെ വരുമ്പോൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കുകയും ഒളിച്ച് നിൽക്കേണ്ടൊക്കെ അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഭാഗത്ത് നിൽക്കുകയും പിന്നെ ഈ പറഞ്ഞ പോലെ എനിക്ക് അഞ്ജലിയും കൊണ്ട് വാടകയ്ക്കൊക്കെ പോകാൻ പെട്ടെന്നൊന്നും നടന്നില്ലായിരുന്നു. അപ്പോൾ സർജറിയുടെ പൈസ നമുക്ക് റീഫണ്ടൊക്കെ ഉണ്ട് സർക്കാരിൻ്റെ ഇതിൽ നിന്ന്. അപ്പോൾ അങ്ങനെ കിട്ടുന്ന ആ സമയമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞങ്ങൾ സർജറി കഴിഞ്ഞിട്ട് നിവൃത്തിയില്ല, ഒരു പച്ചക്കറി കടയിലൊക്കെ ഞാൻ സർജറി കഴിഞ്ഞ ടൈമിൽ പോയിട്ടുണ്ട് അഞ്ജലിയെ നോക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പോയി വീട്ടിൽ ഒട്ടും നിൽക്കാനൊന്നും പറ്റുന്നില്ല. പിന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഒരു രാത്രി ഭയങ്കര വഴക്കുണ്ടായി വീട്ടിൽ വെച്ച്. അങ്ങനെ വീട്ടിൽ നിന്ന് വഴക്കുണ്ടായപ്പോൾ ഞങ്ങൾ ഇറങ്ങുമായിരുന്നു. ഇറങ്ങി അഞ്ജലിയും കൊണ്ട് ഒരു പിടുത്തമില്ല. പള്ളിയുടെ വാക്കിൽ ചെന്ന് നിന്ന് ഞാൻ ഓഫനേജിലൊക്കെ നിന്നിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ മുഖാന്തരം പള്ളിയുടെ വാക്കി നിന്നിട്ട് വിളിച്ച് അഞ്ജലിയെ സിസ്റ്റേഴ്സിൻ്റെ കൂടെ നിർത്താവോ, ഞാൻ എവിടെയെങ്കിലും എന്ത് ജോലി, എനിക്ക് എല്ലാ ജോലിയും ചെയ്യാൻ അറിയാം, കുഴപ്പമില്ല, അങ്ങനെ എല്ലാം അറിയാം. അപ്പോൾ ഞാൻ എന്തെങ്കിലും ജോലി ചെയ്തിട്ട് അഞ്ജലിയെ വന്ന് വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞ് എന്തായാലും അങ്ങനെ ഒന്ന് ആലോചിക്കട്ടെ, അവിടെ വിളിക്കട്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പള്ളിയുടെ അവിടെ തന്നെ വെയിറ്റ് ചെയ്തപ്പം എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ച്. അതെന്ന് വെച്ചാൽ കല്യാണമായിട്ട് 6 മാസമേ ആയിട്ടുള്ളൂ. ആ ഒരു ടൈമിൽ എല്ലാ പ്രതീക്ഷകളോടും അഞ്ജലി എൻ്റെ കൂടെ ജീവിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഒരു സപ്പോർട്ടെന്ന് വെച്ചാൽ അനിയാന്ന് പറഞ്ഞെങ്കിലും അമ്മയുടെ വാക്കുകൾ കേട്ട് അവനും പിന്നെ അങ്ങനെ നിന്നു. അപ്പോൾ അവർ 2 അമ്മയും അനിയനും കൂടെ അങ്ങനെ വഴക്കിട്ട് പിന്നെ മൊത്തത്തിൽ പ്രശ്നമായതുകൊണ്ട് ഞാൻ ഈ പള്ളിയുടെ വാക്കിൽ നിന്ന് ഇങ്ങനെ എന്താക്കുമെന്ന് അറിയാതെ അങ്ങനെ കുറേ വിഷമിച്ച്. അഞ്ജലി, ജെയ്സൺ ഇപ്പം കൂടെ വിളിച്ചു, നിങ്ങൾ ഇറങ്ങി വന്നു. ആ ടൈമിൽ ഇപ്പം അന്നേരം ഇപ്പോൾ ഒരു കല്യാണം കഴിച്ചു, അതിൻ്റെ ഒരു പുതുമോടിയിൽ ഇറങ്ങിയെന്ന് പറയാം. പിന്നീട് ഇത്രയും സ്ട്രഗിൾ, ഇപ്പം ജെയ്സൺ കുറേ സ്ട്രഗിൾ പറയുന്നുണ്ട്. എപ്പോഴെങ്കിലും അഞ്ജലിക്ക് തോന്നിയിട്ടുണ്ട് വരേണ്ടിയിരുന്നില്ല, അല്ലെങ്കിൽ എങ്ങനെ ഇതൊക്കെ ഓവർകം ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിച്ചിരുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും ഇറങ്ങി വരണ്ടായിരുന്നെന്ന് തോന്നിയില്ല. ഞങ്ങൾ ഒരുമിച്ച് അതിനെ നേരിടാന്നുള്ള രീതിയിലാണ് നിന്നത്. ഞാൻ പറഞ്ഞ എന്ത് തന്നെ ആയാലും ഇതിന് അവസാനം നമുക്കൊരു സന്തോഷം എന്തായാലും ദൈവം കാത്തു വെച്ചിട്ടുണ്ടാകുന്നു. അവിടെ ഉണ്ടല്ലോ, ഇപ്പൊ ഉണ്ടല്ലോ സെലിബ്രിറ്റീസ് കപ്പിളല്ലേ. ആ പറ.
അങ്ങനെ ഞങ്ങൾ ആ വീട് വിട്ട് ഇറങ്ങിയ ആ നിമിഷം തൊട്ടാണ് ഞങ്ങളുടെ ജീവിതം നല്ല രീതിയിൽ ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം, ഞങ്ങൾക്കൊരു വീടെടുക്കണം, വീട്ടിലോട്ട് വേണ്ട സാധനങ്ങൾ മേടിക്കണം. അവിടെ തൊട്ടാണ് ഞങ്ങൾ ജീവിതം ആരംഭിച്ചത് തന്നെ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ആലപ്പുഴ തന്നെ ജോലിയെടുത്ത് വാടകയ്ക്ക് വീടെടുക്കാനുള്ള പൈസയായി. അപ്പോഴേക്ക് ജെയ്സന്റെ റീഫണ്ട് വന്ന് പിന്നെ ഞങ്ങൾ വീടെടുത്ത് അവിടെ നിന്ന് ഓരോ സാധനങ്ങളായിട്ട് ജോലി ചെയ്ത് മേടിച്ചുകൊണ്ടിരുന്ന് അങ്ങനെ ജീവിതം മുന്നോട്ട് പോയി. ഇപ്പൊ ജെയ്സൺ റീഫണ്ടിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഓർത്ത്, ജെയ്സൺ ഒരുപാട് പണം കിട്ടിയെന്നും അതുകൊണ്ട് ഇനിയിപ്പോ ജെയ്സന് വീടിന്റെ ഒന്നും ആവശ്യമില്ല എന്നൊക്കെ ഉണ്ടല്ലോ. അതെന്താന്ന് വെച്ചാൽ ഇത് റീഫണ്ട് നേരത്തെ പറഞ്ഞതാണ്. നമ്മൾ വീട് വിട്ട് ഇറങ്ങിയ സമയത്ത് സർജറിയുടെ പൈസ കിട്ടും നമുക്ക്. ആ സർജറി ഇപ്പം അവർ സഹായിച്ചപ്പോൾ ആ പൈസ കിട്ടിയിട്ടാണ് ഞങ്ങൾ വീടെടുത്ത് വീട്ടിലേക്ക് കുറച്ച് സാധനം, നമ്മളറിയാമല്ലോ ഒരു പുതിയ വീട്ടിലേക്ക് കിടക്കുക, പിന്നെ ഒന്നും ഇല്ലായിരുന്നു, എനിക്ക് അഞ്ജലിക്ക് മേടിച്ചു കൊടുക്കുക, അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടിലൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ ഒരു മിന്നാണെങ്കിലും മേടിച്ചിട്ട് ആ സമയത്ത് നമ്മൾ പെട്ടെന്നൊന്നും ഒന്നും ചെയ്യാനില്ലായിരുന്നു എൻ്റെ കൈകളിൽ. പക്ഷേ അതിലെല്ലാം അഞ്ജലി കൂടെ നിന്ന്. പിന്നെ ഈ പൈസ വന്നപ്പോൾ ഞാൻ അഞ്ജലിക്ക് മേടിച്ചിടേണ്ട കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് പിന്നെ വീട്ടിലേക്ക് സാധനങ്ങൾ നോക്കി. പിന്നെ ഈ ന്യൂസ് വന്നപ്പോഴത്തേക്ക് ഒരുപാട് പേരുടെ ധാരണകളുണ്ട്. കാരണം നമുക്കിപ്പം വീട് വെച്ച് തരുന്ന പറയുമ്പോൾ ഞാൻ പോലും വിചാരിക്കാത്ത രീതിയിൽ, സ്വപ്നം കാണാൻ പറ്റാത്ത രീതിയിലൊരു ഭവനമാണ് എനിക്ക് എം.എസ്. ടീച്ചർ തരുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ ഫോളോ അപ്പിലാണ്. സ്ഥലം ഇങ്ങനെ കിട്ടി, എല്ലാം എൻ്റെ പേരിലേക്ക് എല്ലാം ചെയ്ത് തന്നിട്ടുണ്ട് ടീച്ചർ. ഇപ്പം വീട് വയ്ക്കുക, അതിൻ്റെ ഇപ്പം സ്പോൺസർ ആയിട്ടില്ല ടീച്ചറിന്. ഇപ്പോൾ സ്പോൺസർ ആകട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം അതിൻ്റെ പരിപാടി തുടങ്ങും. ടീച്ചറിൻ്റെ കാരണം കൊണ്ട് ഇപ്പോൾ ഒരു കയറി കിടക്കാനൊരു വീട് അല്ല, ഒരു സ്വപ്നത്തിലേക്കുള്ള ഒരു വഴിയാണ്. അതായത് ഇത്രയും നാളും വഴിക്കറ്റം വിദൂരതയാണ്, ഇന്നൊരു വഴിയുണ്ട്. ആ വഴിയിൽ ചെന്ന ഒരു വീടിന് നമ്മുടെ മൈൻഡിൽ ഒരു വീടുണ്ട് അല്ലേ? അതല്ല, ടീച്ചർ നിങ്ങളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഉണ്ട്. ഈ ഒരു നമുക്ക് ഒരുപാട് പേർക്ക് ഇന്ന് സ്വന്തം നാട്ടിൽ നിന്നിട്ട് പോലും കിട്ടാത്തൊരു ഓഫറാണ്. എനിക്കിപ്പോൾ ഇങ്ങനെ ഇവിടെ എൻ്റെ സ്വന്തം നാട് തന്നെയാണ്. ഇനിയിപ്പോൾ എൻ്റെ പത്തനംതിട്ടയാണ് എൻ്റെ സ്ഥലം. കാരണം ആലപ്പുഴയാണ് എൻ്റെ സ്വന്തം സ്ഥലം എന്നെങ്കിലും ഇനിയിപ്പോൾ എൻ്റെ എല്ലാ അഡ്രസ്സും പ്രകാരം ഇപ്പോൾ എല്ലാം ഇങ്ങോട്ടേക്ക് ആക്കും. കാരണം ഇവിടെയാണ് എൻ്റെ സ്വന്തം സ്ഥലം. ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എനിക്ക്. അതുപോലെ ഒരിക്കലും വിട്ടുപോകാൻ പാടില്ലാത്തൊരു കാര്യമാണ്, എന്നെ ഇങ്ങനെ ആക്കി നിർത്തിയത് എൻ്റെ ആശാനാണ്, അജിൽ എന്ന് പറഞ്ഞത്. ആശാന്റെ സപ്പോർട്ടുണ്ട്. എവല്യൂഷൻ ജിമ്മാണ്. അപ്പോൾ ആശാൻ 3 നേരം ഇപ്പം വർക്കൗട്ട് ചെയ്യിക്കുന്നുണ്ട്, ഫീസ് മേടിക്കുന്നില്ല, നല്ലൊരു സപ്പോർട്ട് തരുന്നുണ്ട്. അഞ്ജലിക്ക് എപ്പോഴെങ്കിലും ജെയ്സന്റെ കൂടെ വന്നതിന് ശേഷം ആളുകൾ എന്താ ഇവന്റെ കൂടെ പോകുന്നു അങ്ങനെയൊക്കെ കളിയാക്കൽ കിട്ടിയിട്ടുണ്ട്? ഇല്ല, ഇതുവരെ അങ്ങനെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ജീവിക്കാൻ തുടങ്ങിയ അന്ന്, ഞങ്ങൾ വാടക വീടെടുത്ത് താമസിച്ച അന്ന് തൊട്ട് ജെയ്സൺ ഒരു ട്രാൻസ്മെൻ ആണെന്ന് ആർക്കും അറിയത്തില്ലായിരുന്നു. ഈ ന്യൂസ് വന്നതിന് ശേഷമാണ് ഒരു ട്രാൻസ്മെൻ ആണെന്ന് അറിയാൻ തുടങ്ങിയത്. അതിനുശേഷം എന്നോട് ആരും ഇതുവരെ ചോദിച്ചില്ല. പിന്നെ ചോദിക്കുന്ന ആൾ ഇവിടെ വന്നിട്ട് ചോദിക്കുന്നത് എന്ന് വെച്ചാൽ, നീ അറിഞ്ഞുകൊണ്ടാണോ വന്നത്? എല്ലാവർക്കും ഞാൻ പറഞ്ഞില്ലേ, എല്ലാവർക്കും ട്രാൻസിന്റെ സെക്സിലാണ് ഏറ്റവും കൂടുതൽ. അതെങ്ങനെയെന്ന് അറിയാൻ ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്. എല്ലാവരുടെയും ജീവിതത്തിലെ പോലെ തന്നെ നമ്മുടെ ജീവിതം നടന്നു പോകുന്നുണ്ട്. അങ്ങനെ ക്യൂരിയോസിറ്റി ഉള്ളവരോട് എനിക്ക് പറയാനുള്ളത് അതേ ഉള്ളൂ. കാരണം അവരുടെ ഒന്നും ജീവിതത്തിൽ നമ്മൾ ഒളിഞ്ഞു നോക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിലും അങ്ങനെ ആഗ്രഹമുള്ളവരെന്ന് എന്താ പറയുക, എല്ലാവർക്കും അതേക്കുറിച്ചാണ് ചിന്തിക്കുക. സാധാരണ മനുഷ്യരെ പോലെ തന്നെ നമുക്കും ജീവിക്കാനായിട്ടുള്ള ഇതിൽ തന്നെ നമ്മൾ ജീവിച്ചു പോകുന്നു. അപ്പം 5 വർഷമായിട്ട് നമ്മൾ നല്ല രീതിയിൽ തന്നെ സന്തോഷമായിട്ട് ജീവിച്ചു പോകും. ഇവിടെ വന്നതിന് ശേഷം ആളുകൾ അറിഞ്ഞിട്ട് എന്നോട് ചോദിച്ച്, അറിഞ്ഞിട്ടാണോ വന്നത് അല്ലെ പറയാതെയാണോ പറ്റിക്കപ്പെട്ടോ? എല്ലാവർക്കും ഭയങ്കര വിഷമം. അഞ്ജലിയെ പോലെ തങ്കക്കൂടിനെ പറ്റിച്ചോ, ജെയ്സൺ പറ്റിച്ചോ അല്ലേ? ഇല്ല, ഞാൻ പറഞ്ഞില്ല. എൻ്റെ അടുത്ത് ആദ്യം തന്നെ പറഞ്ഞത് ഈ ഒരു കാര്യമാണ്. അപ്പം പിന്നെ പറ്റിക്കപ്പെട്ടില്ല. അഞ്ജലിയുടെ വീട്ടുകാരൊക്കെ എന്ത് പറയുന്നു? സപ്പോർട്ടാണ് വീട്ടുകാരൊക്കെ. അവർക്കൊന്നും ഒരു നല്ല കാര്യമാണ് അഞ്ജലി. എനിക്ക് തോന്നുന്നത് എൻ്റെ വീട്ടുകാർ ഇന്ന് വരെ ഒരു ട്രാൻസ്മെൻ എന്ന രീതിയിൽ ജെയ്സനോട് പെരുമാറിയില്ല. ജെയ്സനാണ് അതിനെപ്പറ്റി കൂടുതൽ പറയേണ്ടത്. ഞാനാണ് അങ്ങനെ ഇപ്പം അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും അളിയനാണെങ്കിലും അങ്ങനെ ആ ഒരു കാര്യങ്ങളെ പറ്റി ഒന്നും സംസാരിക്കാറില്ല. അങ്ങനെ ഇവളോടൊന്നും ചോദിക്കാറില്ല. നമ്മൾ സാധാരണ രീതിയിൽ തന്നെ അവരോട് ഇടപഴകി നിൽക്കുകയും ജീവിക്കുകയും. ഞാൻ വന്ന് ഇന്ന് വരെ എൻ്റെ വീട്ടുകാർ ജെയ്സനെ പറ്റി ഒന്നും ചോദിച്ചില്ല. ഒരു കാര്യം, ജെയ്സന്റെ ആദ്യത്തെ പേരെന്തുവാന്ന് എനിക്ക് വരെ അറിയത്തില്ല. ഞാൻ അറിയേണ്ട കാര്യമില്ല. കാരണം ജെയ്സന്റെ പാസ്റ്റ്, ഞാൻ ആ ആളെയല്ല ഇഷ്ടപ്പെട്ടത്, ഈ ഇപ്പം പ്രസന്റിലെ ആളെയാണ്. അതുകൊണ്ട് ഞാൻ അത് ചോദിച്ചു. എന്തെങ്കിലും ജോലിക്കൊക്കെ പോകുന്നുണ്ടോ അഞ്ജലി? ഞാൻ ഇവിടോട്ട് വന്നതിന് ശേഷം ഇപ്പം ജോലിക്ക് പോയില്ല. കാരണം ജെയ്സന്റെ ജൂലൈയിലത്തെ മത്സരം കൂടി കഴിഞ്ഞതിന് ശേഷം ജോലിക്ക് ഇറങ്ങാന്ന് വെച്ച്. ജെയ്സൺ മത്സരത്തിന് പോകുമ്പോൾ ഇപ്പൊ ജോലി ഒന്ന് പെൻഡിങ്ങിൽ നിൽക്കുകയാണ്. ജെയ്സൺ മത്സരത്തിന് പോകുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കേണ്ടി വരും. അതൊരു ടാസ്ക് ആണ്. ഇപ്പം ഞാൻ ജിമ്മിൽ പോകുന്ന ടൈമിൽ ഓൺലൈൻ നമ്മൾ ഫോണിൽ റീപ്ലേസ്മെന്റ് റിട്ടേൺ ഒക്കെ കോളിങ്ങിന്റെ പ്രൈവറ്റ് ആയിട്ട് തന്നെ നമ്മുടെ ഈ വർക്ക് തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കിപ്പം ജിമ്മിൽ പോകുന്ന ടൈമിൽ അഞ്ജലി അത് അറ്റൻഡ് ചെയ്യും. കസ്റ്റമറുമായിട്ട് സംസാരിക്കേണ്ടതാണ്, കോളിങ് അത് ചെയ്യുന്നുണ്ട്.
അപ്പം എന്നെ സപ്പോർട്ട് ചെയ്ത് ഇപ്പം എനിക്ക് വർക്കൗട്ടിന് പോകുമ്പോൾ ആ ടൈമിൽ അവൾ ജോലി ചെയ്യും. അഞ്ജലി ഒരു വലിയ കാര്യം ചോദിക്കട്ടെ, അതിരഹസ്യമാണ്, ആദ്യമായിട്ട് ജെയ്സൺ തന്ന ഗിഫ്റ്റ് എന്താ? അതൊരു മോതിരായിരുന്നില്ലേ ജേസ? അതെന്നോട് കളഞ്ഞു പോയി. ഓടിപ്പോകുന്ന സമയത്ത് എടുത്തോണ്ട് വരാൻ പറ്റിയില്ല. ഞാൻ ചോദിച്ച ഫസ്റ്റ് കാര്യം അതായിരുന്നു, ഞാൻ ആദ്യമായി തന്ന ഗിഫ്റ്റ് നീ എടുത്തായിരുന്നു, ആ മോതിരം എവിടെ കൂടെ കളഞ്ഞെന്ന് ചോദിച്ചു. കഷ്ടമുണ്ട് കേട്ടോ. അതിൽ എനിക്കും തന്ന ഗിഫ്റ്റ് ചെയിൻ ആയിരുന്നു, ഇതുപോലത്തെ സിൽവറിന്റെ ചെയിൻ ആയിരുന്നു. ആ ഗിഫ്റ്റ് ഇപ്പോഴും കയ്യിലുണ്ട്. ആ ഗിഫ്റ്റ് ഇപ്പോഴും കയ്യിലുണ്ട്. പോയി പകരം മേടിച്ചിട്ടാണ്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ നാടറിഞ്ഞു, നാട്ടുകാരറിഞ്ഞു, ഇപ്പൊ ഒരുപാട് സ്ഥലത്തുനിന്ന് എന്താ പറയാ നമ്മൾക്ക് സപ്പോർട്ട് വരുന്നുണ്ട്. അപ്പം ആദ്യം ജെയ്സൺ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാ ചേച്ചി. അന്നൊന്നും ആരും അറിയുന്നില്ല. ഇന്ന് പറയുന്നവരെല്ലാരും പറയുന്നുണ്ട് ഞങ്ങളുണ്ട് കൂടെ ചേർത്ത് നിർത്താം എന്ന് പറയുന്നവരുണ്ട്. എങ്ങനെയുണ്ട് അവരുടെയൊക്കെ ഒരു സപ്പോർട്ട് എല്ലാവരുടെയും ടോട്ടലി? പൊതുവേ ഞാൻ അങ്ങനെ ചേർത്ത് നിർത്തിയ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല സത്യം പറഞ്ഞാൽ. ഇപ്പോഴും ഒരുപാട് ഇൻ്റർവ്യൂ വന്നപ്പോഴും എല്ലാവരുടെയും ധാരണകളുണ്ട്, നമ്മളെല്ലാവരും ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. ഇപ്പം ടീച്ചർ ഇങ്ങനെ ഇപ്പോൾ സ്ഥലം തന്ന് വീട് സ്പോൺസറിന് വേണ്ടി ഞങ്ങളിപ്പോൾ അങ്ങനെ ടീച്ചർ കിട്ടിയ ഉടനെ നമുക്ക് ചെയ്യത്തുള്ളൂ. എപ്പോഴും എൻ്റെ ജീവിതം കഴിയുന്നത് എൻ്റെ വരുമാനത്തിൽ നിന്നാണ്. ഇപ്പോഴും വാടക കൊടുക്കണം. ഇപ്പം പ്രോട്ടീനൊക്കെ ആണെങ്കിലേ ഇപ്പം ആരും അങ്ങനെ നമ്മളിപ്പം പ്രോട്ടീൻ മേടിക്കാനും ഒക്കെ എൻ്റെ ഇതിൽ നിന്നുള്ള വരുമാനത്തിൽ നിന്നാണ് ഞാൻ ഇപ്പം കണ്ടെത്തുന്നത്. സ്പോൺസേഴ്സിന് നേരെ കിട്ടിയിട്ടില്ല. ഒരുപാട് പേരുടെ സംശയമാണ്. നമ്മൾ ഈ ന്യൂസുകളൊക്കെ വന്നപ്പോൾ ഒരുപാട് എനിക്ക് സഹായം കിട്ടുന്നുണ്ട്, അല്ല കിട്ടി, ഞാനിപ്പോൾ അങ്ങനെ ആ ഒരു ലെവലിലാണ് നിൽക്കുന്നതെന്നൊക്കെ ഒരുപാട് ഇതുണ്ട്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ അന്ന് വീട് വിട്ട് ഇറങ്ങിയ സമയത്ത് പോലും ഞങ്ങളുടെ സങ്കടം ഉള്ളിൽ നന്നായി ഉണ്ടെങ്കിലും ദൈവം തരുന്ന ആ സന്തോഷം ഇപ്പോഴും ഞങ്ങൾക്ക് നിലനിൽക്കുന്നുണ്ട്. അതാണ് ഈ ഒന്നിച്ചുള്ള ജീവിതത്തിൻ്റെ വിജയം. അപ്പം അതാണ് ഞങ്ങളിപ്പം വീട്ടിലെ ഒന്നും ഇല്ലെങ്കിൽ തന്നെ ഞങ്ങൾ ഒന്നിച്ച് നിന്നത് നേരിടും. രണ്ടുപേരല്ലേ അറിയത്തുള്ളൂ, മറ്റൊരാളെ അറിയിക്കാതെ ഞങ്ങൾ സന്തോഷത്തോടെ മൂന്നാമതൊരാളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. വന്നായിരുന്നത് ആണോ? അത് സെറ്റ് ആയില്ല, സക്സസ് ആയില്ല ഞങ്ങള്. ഇനിയിപ്പോ ഇതെല്ലാം ഒന്ന് മത്സരങ്ങളൊക്കെ ആയിട്ട് അതിനെ കുറിച്ചുള്ള ചിന്തയുണ്ട്. അടുത്തിടെയായിരുന്നോ വന്നതോ? ജൂലൈ കഴിഞ്ഞ്. ഇനിയിപ്പം വീടൊക്കെ ആയിട്ട് മറ്റു സ്വപ്നങ്ങളെ കുറിച്ച് ചിന്തിക്കണം. അല്ല നല്ലതാണ്. എല്ലാ ഞാൻ പറഞ്ഞില്ല ഒരുപാട് പേരുടെ സംശയങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇനി ഇതിന്റെ ഇടയിലും സംശയങ്ങൾ ഉണ്ടാവും. സംശയങ്ങൾ ഉണ്ടാകുമ്പോ ഞങ്ങൾക്ക് സന്തോഷമാണ്. അല്ല ഞങ്ങളൊരു നിഗൂഢതയാണ്, അത് ഞങ്ങൾക്ക് ഇഷ്ടമാണ്. എന്തെങ്കിലും ആയിക്കോട്ടെ, അവരുടെ സംശയങ്ങളല്ലേ. ഏതായാലും മൂന്നാമതൊരാള് വരട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ വീട് സ്വപ്നം ആ പാലുകാച്ചിൽ എന്നെ വിളിക്കണം. തീർച്ചയായിട്ടും. ഞങ്ങളങ്ങനെ ഇതിന്റെ പെട്ടെന്ന് നടക്കണേ എന്നുള്ള ഇതില്ല, ഒരു സ്പോൺസർ എത്തണം, വീടിന്റെ കുറ്റി അടിക്കണം. ഒരു രാത്രിയില് ബസ് സ്റ്റാൻഡില്, നമ്മുടെ ഈ നേര്യമംഗലം ബസ് സ്റ്റാൻഡിൽ ഞങ്ങൾ കിടക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട് വീട് വിട്ടിറങ്ങിയിട്ട്. അങ്ങനെയൊക്കെ ഒരു പിന്നെ മൂന്നാർ പോയി. നമ്മൾക്ക് ഒരാ മനുഷ്യനോട് സാധാ ആളുകളെ പോലെ ചെന്ന് സഹായം അഭ്യർത്ഥിക്കാനും പറ്റില്ല. ചൂഷണം ചെയ്യപ്പെടുമോ എന്നുള്ളൊരു പേടിയുണ്ടാവും. അങ്ങനെ ഒരുപാട് അതിനൊക്കെ തരണം ചെയ്ത് ഇന്ന് നിന്റെ കൈ ഇവിടെ നിറച്ച് ധൈര്യമാ, ബസ്സിലല്ല ചങ്ക പിരിച്ചല്ലേ നിൽക്കണം. ഇപ്പൊ പോലെ ആറ്റിറ്റ്യൂഡ് ഉണ്ടാ സംസാരിക്കുന്നത്. എന്തായാലും നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിലെ എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പം അങ്ങനെ മിസ്റ്റർ ഇന്ത്യ അടിച്ചോണ്ടെങ്കിൽ പോകുന്നേക്കല്ലേ? അപ്പൊ അഞ്ജലിയെ കൊണ്ടുവന്നാലും ഇങ്ങോട്ട് കൊണ്ടുവന്നു. തീർച്ചയായിട്ടും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു.